മലാക്കിയുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം വായിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും ശ്രദ്ധിക്കാം. യഹോവയായ ഞാൻ മാറാത്തവൻ, അതുകൊണ്ട് യാക്കോബിന്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതെ ദൈവത്തിന്റെ വചനം മലാക്കി പ്രവചനത്തിൽ കൂടെ പറയാണ്, യഹോവയായ ഞാൻ എന്താണ്? മാറാത്ത ദൈവം. പ്രതിസന്ധി കൂടെ കടന്നു പോകുന്ന യാക്കോബിന്റെ പുത്രന്മാരെ, ഇസ്രായേൽ ജനമേ, നിങ്ങളോട് ദൂത് പറയുന്നു, നിങ്ങൾ മടിഞ്ഞു പോകാതെ, കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ആകാതെ, നശിച്ചു പോകാതിരിക്കാൻ ഒറ്റ കാരണം, ഞാൻ അന്നും ഇന്നും മാറാത്ത ദൈവം, മാറ്റമില്ലാത്ത അൺചേഞ്ചിങ് ഗോഡ്, മാറ്റമില്ലാത്തത്. നിങ്ങൾ നശിച്ചു പോകാതിരിക്കാൻ കാരണം, നിങ്ങൾ തീർന്നു പോകാതിരിക്കാൻ കാരണം, ഇങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ കാരണം, ഞാൻ മാറ്റമില്ലാത്തൊരു ദൈവം. ഇന്ന് പകലത്തെ മെസ്സേജ് ഇതാ, നമ്മുടെ ദൈവം മാറ്റമില്ലാത്ത ദൈവമാണ്. പക്ഷെ ഒരു കാര്യം പറയുന്നു, ഈ ദൈവം നമ്മുടെ അവസ്ഥ മാറ്റുന്ന ദൈവമാണ്. നമ്മൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവം മാറാത്ത ദൈവമായതുകൊണ്ട്. അത് തന്നെ ബന്ധപ്പെട്ട് പുതിയ നിയമത്തിൽ പറയുന്നു. എബ്രായർ 13:8, എബ്രായർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം വായിക്കുന്നു. ശ്രദ്ധിക്കുക. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. മാറ്റമില്ലാത്ത. അവിടെയും പറയുന്നു യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും. അതായത് യേശുക്രിസ്തു ഭൂത, ഭാവി, വർത്തമാന കാലത്തിലും മാറ്റമില്ലാത്ത ദൈവം. ഇന്നലകളിൽ മാറാത്തവൻ, ഈ വർത്തമാന കാലത്തിലും മാറാത്തവൻ, ഭാവി കാലത്തിലും മാറാത്ത ദൈവം, അൺചേഞ്ചിങ് ഗോഡ്. ഇന്ന് പകൽ ദൈവം നമ്മളോട് സംസാരിക്കുന്നു. കാലങ്ങൾ മാറും, സീസണുകൾ മാറും, ശക്തമേറിയ വെയിൽ വരുന്നു, ചിലപ്പോൾ 1-2 മാസം കഴിയുമ്പോൾ അടുത്ത മഴയുടെ സീസൺ ആരംഭിക്കും. ഇതെല്ലാം ലോകത്തിൽ കാലങ്ങൾ, അവസ്ഥകൾ, അന്തരീക്ഷങ്ങൾ മാറി മറിയും. മാറ്റമില്ലാത്തതാണ് ദൈവം. ഹല്ലേലൂയ. മലാക്കിക്കൂടെ ദൈവം സംസാരിക്കുന്നു. നിങ്ങൾ തകർന്നു പോകാത്തത് ഒറ്റ ഒരു ദൂത് പറയാം, അന്നിന്റെ മിടുക്കല്ല, ദൈവം മാറ്റമില്ലാത്ത ദൈവം. ഇസ്രായേൽ ജനമേ, നിന്നോടൊരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്നെ വിടുവിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ ഇന്നും ഇത്ര പ്രതിസന്ധിയിലും നശിച്ചു പോകാത്തത് ഒറ്റ കാരണം, അവൻ മാറാത്ത ദൈവമായത് കൊണ്ടാണ്. ഇന്ന് പകൽ നിങ്ങളുടെ കുടുംബം പ്രകാശിക്കപ്പെടും, നിങ്ങൾ ലജ്ജിച്ചു പോകത്തില്ല എന്ന് പാസ്റ്ററിന്റെ ഉറപ്പല്ല. മാറാത്ത ദൈവം കഴിഞ്ഞ നാളുകളിൽ ചിലരുടെ മുഖം ലജ്ജിച്ചു പോകാതെ നിർത്തിയെങ്കിൽ, ആ ദൈവം ഇന്നും വർത്തമാനകാലത്തും ഭാവി കാലത്തും അവൻ ഹല്ലേലൂയ മാറ്റമില്ലാത്ത ദൈവം തന്നെയാണ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം മാറ്റമില്ലാത്ത ദൈവമാണ്. ഇനി ശ്രദ്ധിച്ചോണം. ഇനി മെസ്സേജിലേക്ക് വരിക. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ചിന്തിച്ചു നമ്മുടെ ദൈവത്തിന്റെ പേരുകൾ. ഹല്ലേലൂയ. ഓരോ നാമത്തിലും ഹല്ലേലൂയ, എൽ ശദായ്, സൗഖ്യമാക്കുന്നവർ, റാഫ, നെസി, ഹല്ലേലൂയ. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി വിടുതലായി എന്ന് കേൾപ്പാനും ഇടയായി. ഓരോ നാമവും ആ നാമത്തിന്റെ വിടുതലും നമുക്ക് വ്യക്തിപരമായി അനുഭവിച്ചറിയുവാൻ ഇടവന്നു. ഇന്ന് പകൽ ഹല്ലേലൂയ, ഞാൻ അതിൽ മാറ്റമില്ലാത്ത ദൈവം, എന്നാൽ നമ്മെ മാറ്റുന്ന, നമ്മുടെ അവസ്ഥയെ മാറ്റുന്ന ദൈവം. നിങ്ങൾ ശ്രദ്ധിച്ചോണം. ബൈബിൾ ഉടനീളം ദൈവത്തിന്റെ നാമം, പേര് പറയുമ്പോൾ തന്നെ വേറൊരു സംഭവമുണ്ട്. ഹല്ലേലൂയ. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഹല്ലേലൂയ അവസ്ഥ പ്രതികൂലമാണ്, പക്ഷെ ദൈവം ആ സ്ഥലത്തിന്റെ പേര് മാറ്റുന്നത്, ആ സ്ഥലത്ത് വെച്ചൊരു പേരിടുന്നത് കണ്ടിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച ചിന്തിച്ചു ദൈവം ആരാ, ദൈവത്തിന്റെ പേര് സൃഷ്ടാവാം ദൈവം, എൽ ശദായ്. ഇങ്ങനെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ തന്നെ ഈ ദൈവം, സർവശക്തനായ ഈ ദൈവം, ഓരോ സ്ഥലത്ത് തന്റെ കുഞ്ഞുങ്ങൾ ചില പ്രതിസന്ധി അനുഭവിക്കുമ്പോൾ അവിടെ ഇറങ്ങി വന്ന് വിടിപ്പിച്ചിട്ട് ഓരോ സ്ഥലത്തിനും ഓരോ പേര്, ഒരു അവസ്ഥ ഉണ്ടാകുന്ന വെളിപ്പെട്ടു. അതേപോലെ ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിന്റെ എന്ത് സാഹചര്യമാണ്, എന്ത് പ്രതികൂലമാണ്, അതനുസരിച്ച് ഹല്ലേലൂയ ദൈവം ഇറങ്ങി വന്ന് ചിലതിന്റെ ചേഞ്ച് ആക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. കുറെ കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന സംഭവം, ഹല്ലേലൂയ. ഇനി ശ്രദ്ധിക്കാം. ഞാൻ പശ്ചാത്തലം പറയാം, എന്നിട്ട് വചനം എടുക്കാം. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിൽ നമുക്ക് അറിയാവുന്ന ഒരു സംഭവമുണ്ട്. ഹല്ലേലൂയ. ഒരു ക്ഷാമത്തിന്റെ സംഭവമുണ്ട്. അതായത് അബ്രാമിന്റെ കാലത്തുണ്ടായതുപോലെ മകനായ ഇസ്ഹാക്കിന്റെ കാലത്ത് ദേശത്ത് ക്ഷാമമുണ്ടായി. നമുക്കറിയാം, ക്ഷാമ സമയത്ത് ഓടിപ്പോകാൻ തീരുമാനിച്ചു. ഓടിപ്പോകുന്നതിനെ ദൈവം പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, നീ ഇവിടെ നിന്നാൽ, ഞാൻ പറയുന്ന സ്ഥലത്ത് നിന്നാൽ, നീ ക്ഷാമ സമയത്തും നീ അത്ഭുതം കാണാൻ പോകുക. ശരിയാണ്, ക്ഷാമ സ്ഥലത്തും അത്ഭുതം കണ്ടു. 100 മേനി കൊയ്ത്ത്
എന്തു ചെയ്തു? ആ ദേശത്ത് ഇസഹാക്ക് അനുഭവിപ്പാൻ ഇട വന്നു. ദൈവത്തിന്റെ വാക്ക് കേട്ടു, ആ പറയുന്ന സ്ഥലത്ത് നിക്ഷേപിച്ചു, വിത്ത് വിതച്ചു, 100 മേനി കൊയ്ത്ത് ദൈവം കൊടുത്തു. അതിനുശേഷം സംഭവിക്കുന്നത് ഉൽപ്പത്തി 26:17 തൊട്ടൊന്ന് വായിച്ചേ. ഉൽപ്പത്തി 26:17 തൊട്ടൊന്ന് വാക്യം വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 17. അങ്ങനെ ഇസഹാക്ക് അവിടെ നിന്ന് പുറപ്പെട്ട് ആ താൻ വിതച്ച അത്ഭുതമൊക്കെ സംഭവിച്ചു അവിടെ നിന്ന് പുറപ്പെട്ട് ഗേരാൽ താഴ്വരയിൽ എവിടെ എത്തി? വിടുതൽ കിട്ടി, നന്മയൊക്കെ കിട്ടി, മുന്നോട്ട് വന്ന് അത്ഭുതം കണ്ട് ഗേരാൽ താഴ്വരയിൽ എത്തി. അവിടെ കൂടാരം അടിച്ചു. അന്ന് അങ്ങനെ ടെന്റ് അടിക്കുക നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. നാടോടികൾ വന്ന് ടെന്റ് അടിച്ച് പിന്നെ കുറെ നാൾ അവിടെ ആയിരിക്കും, അവിടെ ബിസിനസ് ചെയ്ത് പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോകും. അന്നത്തെ കാലത്ത് മകനാണ് കൂടാരം അടിച്ചു. ഇനി അടുത്തത് ശ്രദ്ധിച്ചോണം. അവിടെ പാർത്തു. അപ്പൊ അവിടെ പാർത്ത് ഒരു താമസം ആരംഭിച്ചു. പക്ഷെ ഒരു പ്രതിസന്ധി ഉണ്ട്, അതിനി ശ്രദ്ധിച്ചോണം. തന്റെ പിതാവായ അബ്രാമിന്റെ കാലത്ത് കുഴിച്ചതും അബ്രഹാമിന്റെ പിതാവിന്റെ മരണശേഷം ഫെലിസ്ത്യർ നികത്തിക്കളഞ്ഞതുമായ കിണറുകൾ ഇസഹാക്ക് പിന്നെയും കുഴിച്ചു. ഒന്ന് നിൽക്കണമേ, ഹല്ലേലൂയ. തന്റെ പിതാവിന്റെ കാലത്തുണ്ടായതുപോലെ ഒരു ക്ഷാമം ഉണ്ടായി, ദൈവം അവിടെ ഒരു വിടുതൽ കൊടുത്തു. അടുത്തത് ഹല്ലേലൂയ, വീണ്ടും ഒരു പ്രശ്നം. അടുത്ത സ്ഥലത്ത് വന്ന് താമസിച്ചപ്പോൾ തന്റെ പിതാവിന്റെ സമയത്ത് മൃഗസമ്പത്തിനും മറ്റ് ദാസിദാസന്മാർക്ക് വേണ്ടി വെള്ളം കുടിക്കാനായിട്ട് കിണർ കുഴിച്ചു, അതിന്റെ നന്മ അനുഭവിച്ചു. പക്ഷെ പിതാവ് മരിച്ചതിന് ശേഷം ചില കാലങ്ങൾക്ക് ശേഷം ശത്രു വന്നു, ഫെലിസ്ത്യൻ വന്ന് ആ ഉറവകളെ എല്ലാം മണ്ണിട്ട് മൂടി. ഹല്ലേലൂയ. ഇന്ന് പകൽ ചിലരുടെ ജീവിതാനുഭവം അങ്ങനെ ആയിരിക്കാം. പണ്ടെന്തൊക്കെയോ ചിലത് അനുഭവിച്ചു കാണും, പക്ഷെ ഇപ്പോൾ എവിടേക്കോ മൂടപ്പെട്ട് കിടക്കുന്ന ചില അനുഭവങ്ങൾ. ഹല്ലേലൂയ. ഇന്ന് പകൽ ആ ഏരിയ ചിലർക്ക് വേണ്ടി തൊടുന്നതാണ് ചില വിടുതൽ പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത് ദൈവം ചില ചേഞ്ച് നടക്കാൻ പോകുന്നത്. നമുക്കൊരു ട്രാൻസ്ഫോം ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, അവസ്ഥ ദൈവം മാറ്റുമെന്ന് പറഞ്ഞില്ലേ. ഹല്ലേലൂയ. ചില മണ്ണിട്ട് മൂടിയത് ഇന്ന് പകൽ വിശ്വസിക്കുക, ആത്മാവിൽ ആരാധിച്ചും പ്രാർത്ഥിച്ചും ചിലതിനെ കുഴിക്കാൻ പോകുകയാണ്. ഇന്ന് പകൽ ചിലതിനോട് ദൂത് പറയുന്നു, നിന്റെ ജീവിതത്തിൽ, നിന്റെ തലമുറയുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ട ചിലതിനെ മണ്ണിട്ട് മൂടിയത് ആരാധിച്ചും പ്രാർത്ഥിച്ചും നമ്മൾ കുഴിക്കാൻ പോകുന്ന നാളുകളാ. ഇനി ശ്രദ്ധിച്ചേ, ഇസഹാക്ക് കുഴിച്ചിട്ട് തന്റെ പിതാവ് അവയ്ക്ക് ഇട്ടിരുന്ന പേര് തന്നെ ഇട്ടു. പിതാവ് ഇട്ട പേര് തന്നെ ഇട്ടു. ഇസഹാക്കിന്റെ ദാസന്മാർ ആ താഴ്വരയിൽ കുഴിച്ചു നീരുറവ ഒരു കിണർ കണ്ടു. നീരുറവയുള്ള ആ താഴ്വരയിൽ കുഴിച്ചൊരു ഉറവ കണ്ടു. അപ്പോൾ ഗെരാർ ദേശത്തിലെ ഇടയന്മാർ ഈ വെള്ളം ഞങ്ങൾക്കുള്ളത് എന്ന് പറഞ്ഞു. ഇസഹാക്കിന്റെ ഇടയന്മാരും ശണ്ടയിട്ടു. അപ്പൊ ശ്രദ്ധിച്ച, ഞാൻ ബാക്കി ഷോർട്ടാക്കി പറയാം. ഹല്ലേലൂയ. അവിടെ കുടിച്ചു കഴിഞ്ഞ് വെള്ളം കണ്ടപ്പോൾ ചിലർ അവകാശവാദം പറഞ്ഞുകൊണ്ട് വന്നു, ഇത് ഞങ്ങൾക്കുള്ളതാ, ഞങ്ങളുടെ താല്പര്യ, ഞങ്ങളുടെ ഞങ്ങളുടെ ആടുകൾക്കുള്ളതാന്ന് പറഞ്ഞ് ചിലർ വന്ന് അവകാശം പറയാൻ നിന്നു. ഹല്ലേലൂയ. ഇന്ന് പകലൊരു ദൂത് പറയാ, ഇപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് എവിടെങ്കിലും അവകാശം പറഞ്ഞ ആ നന്മ നിനക്ക് തരത്തില്ല, നിനക്ക് വിടത്തില്ലെന്ന് പറഞ്ഞ് നിൽക്കുന്നതിനെ ദൈവം തൊഴാൻ പോകുന്ന പകലാണ് ഇന്ന് പകലത്തെ ആരാധന. അങ്ങനെ ആരെങ്കിലും മനസ്സിൽ പരിശുദ്ധമാവും നിയോഗം നൽകുന്നെങ്കിൽ നിങ്ങൾ ഇന്ന് പകൽ ആരാധിച്ചോണോ. നീ ഇറങ്ങി തിരിച്ചിട്ടും ദൈവപ്രവൃത്തി കണ്ടിട്ടും ഇപ്പോഴും അവകാശം പറഞ്ഞ് നിന്റെ പിന്നാലെ വരുന്ന ചില ദുഷ്ട വ്യാപാരങ്ങൾ, പാരമ്പര്യ ശക്തികൾ, എതിർ പ്രാർത്ഥന ശക്തികൾ നാമത്തിൽ ആത്മാവിന്റെ അധികാരത്തോടെ ഇന്ന് പകൽ ഞങ്ങൾ കൽപ്പിക്കുന്നു, ഈ ദേശത്തെ ചൊല്ലി, പുനലൂരിനെ ചൊല്ലി ഈ ദേശത്തൊരു ദൈവപ്രവൃത്തി കാണത്തില്ലെന്ന് പറഞ്ഞ് അവകാശം പറഞ്ഞു നിൽക്കുന്ന ആത്മാവിന്റെ ഉറവകളെ കൊട്ടിയടച്ച ഇരുട്ടിന്റെ വ്യാപാരങ്ങളോട് ഞങ്ങൾ ആത്മാവി കൽപ്പിക്കുന്നു, ഞങ്ങൾ തിരിച്ചു കുഴിക്കാൻ പോകുക, ഞങ്ങൾ ആത്മാവി തിരിച്ചു കുഴിക്കാൻ പോകുക. ഈ ദേശത്തൊരു ദൈവപ്രവൃത്തി കാണും. ഈ ദേശത്ത് 1000-10,000 വർദ്ധിക്കും. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഒന്ന് കൃപ പ്രാപിച്ചവർ, ശുശ്രൂഷകർ, ആത്മാവിന്റെ വെളിപ്പാടുള്ളവർ, പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങൾ ഒന്ന് പ്രാർത്ഥിച്ചേ, ദേശത്തെ നോക്കി പ്രാർത്ഥിച്ചേ. ഞങ്ങൾ കൽപ്പിക്കുന്ന പിശാചേ, നാളുകളായി ഞങ്ങളുടെ പിതാക്കന്മാരിട്ട ചില ഉണർവിനെ, ചില വിത്തിനെ മണ്ണിട്ട് മൂടിയത്
ഞങ്ങൾ ആത്മാവിൽ കൽപ്പിക്കുന്നു, ഞങ്ങളുടെ പിതാക്കന്മാർ കുഴിച്ച, ഞങ്ങളുടെ പിതാക്കന്മാർ ആത്മീയത്തിൽ കുഴിച്ച, ഞങ്ങളുടെ പിതാക്കന്മാർ ശുശ്രൂഷിച്ച, ഞങ്ങളുടെ പിതാക്കന്മാർ വിത്ത് വിതച്ച ഈ ദേശത്ത് നാളുകളായി മണ്ണിട്ട് മൂടിയ ചിലതിനെ ഞങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ചും ആരാധിച്ചും കുഴിക്കുന്നു. ഒന്ന് പ്രാർത്ഥിക്കണം. ഈ ദേശത്തൊരു ഉണർവ് കാണണം. ഈ ദേശത്ത് ആയിരങ്ങൾ രക്ഷിക്കപ്പെടണം. ഈ ദേശത്ത് നൂറുകണക്കിന് സ്നാനപ്പെടണമെന്നോ ആഗ്രഹിക്കുന്നവർ ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ച് ഇതൊരു ആത്മനിയോഗത്തോടെ കൽപ്പിക്കുന്ന പ്രവചനമോ. ഈ ദേശത്തൊരു ദൈവപ്രവൃത്തി കാണണം. അസ്ഥി സൈന്യമായി മാറട്ടെ. അസ്ഥി സൈന്യമായി നിവർന്നിടും, മഹത്വം ദേശത്തിൽ വിളങ്ങിടും. പരിശുദ്ധ റൂഹ, പരിശുദ്ധ റൂഹ, അസ്ഥി സൈന്യമായി അസ്ഥി സൈന്യമായി നിവർന്നിടും, മഹത്വം ദേശത്തിൽ വിളങ്ങിടും. അസ്ഥി സൈന്യമായി നിവർന്നിടും, മഹത്വം ദേശത്തിൽ വിളങ്ങിടും. ഒന്ന് കരമുയർത്തി ദേശത്തെ അനുഗ്രഹിച്ച് കരമുയർത്തി പുനലൂര് ഈ താലൂക്കിനെ പ്രാർത്ഥിച്ച് ഈ താലൂക്കിന് വേണ്ടി പ്രാർത്ഥിച്ച് ഈ മുനിസിപ്പാലിറ്റി ചുറ്റുമുള്ള പഞ്ചായത്തുകൾ ഈ താലൂക്ക് ചില അസ്ഥികൾ സൈന്യമായി മാറട്ടെ. ഉണർവ് കാണട്ടെ. അസ്ഥി സൈന്യമായി വിളങ്ങി, മഹത്വം ദേശത്തിൽ വിളങ്ങിടും. പരിശുദ്ധ റൂഹ, പരിശുദ്ധ റൂഹ, ആമേൻ. ഇതൊരു ആത്മനിയോഗമാണ്. എന്തോ അദൃശ്യ മണ്ഡലത്തെ ദൈവം ചെയ്തിട്ടുണ്ട്. ഈ ദേശത്തിന് നിങ്ങൾക്ക് പ്രത്യേകത അറിയാമോ? നമ്മുടെ പിതാക്കന്മാർ മിഷണറിമാർ ഇംഗ്ലണ്ടിൽ നിന്നും അമേരിക്കയിൽ നിന്നും കുക്ക് സായിപ്പ് ഉൾപ്പെടെ ഇതിന്റെ പല പ്രദേശത്തും വന്ന് വിത്തുകൾ വിതച്ചതാ. ഒത്തിരി മിഷണറിമാർ ഇതിന്റെ പല ഭാഗത്തും പോയി പ്രാർത്ഥിച്ചതാ. നമ്മുടെ പിതാക്കന്മാർ സുവിശേഷ വേലയ്ക്ക് പ്രതിസന്ധിക്കകത്തും വേദനയ്ക്കകത്തും ഒത്തിരി ഇതിന്റെ അകത്ത് വിതച്ചിട്ടുണ്ട്. ഒത്തിരി പിതാക്കന്മാർ, പലരുടെയും പേര് ഞാനിപ്പോൾ പറയുന്നില്ല, ഒത്തിരി പിതാക്കന്മാർ ഇതിന്റെ അകത്ത് വിതച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടേക്കോ ദൈവപ്രവൃത്തി ഉണർവിനെ ഈ പട്ടണത്തിൽ മണ്ണിട്ട് മൂടിയതിനെ നമുക്ക് ഈ ദിവസങ്ങളിൽ തിരിച്ചു പിടിക്കണം. ഇത് വലിയൊരു ദൈവപ്രവൃത്തിയുടെ നാളുകളാണ്. ഇനി മണ്ണിട്ട് മൂടാൻ പറ്റത്തില്ല. ഇനി ആയിരങ്ങൾ സ്നാനപ്പെടാനുള്ളതാണ്. 10,000 വർദ്ധിക്കേണ്ടതാണ്. അത് ദൈവപ്രവൃത്തി വെളിപ്പെടും. പിതാക്കന്മാർ ഇന്നത്തെ സൗകര്യങ്ങളൊന്നും അല്ല. നിങ്ങൾക്കറിയാമോ, ഇന്ന് ഇച്ചിരി മാന്യതയുണ്ട്. ഹാലലൂയ. ആഹാരമില്ലാതെ, ഫുഡില്ലാതെ, വസ്ത്രമില്ലാതെ, ഹാലലൂയ, ആട്ടും തുപ്പും തേട്ട്, ഹാലലൂയ, കുറച്ച് ട്രാക്റ്റും ബൈബിളും ഒക്കെ ആയിട്ട് നമ്മുടെ പിതാക്കന്മാർ ഈ ദേശത്തിന്റെ നടുകയും കുടുകയും നടന്ന് പ്രസംഗിച്ചു. അനേക വീടുകളിൽ സുവിശേഷം അറിയിച്ചു. അതിന്റെയൊക്കെ പ്രാർത്ഥിച്ചു. ഒന്നും ആത്മാക്കളെ കണ്ടില്ല. പലപ്പോഴും പല റൂമുകളിൽ നിന്ന് വാടക വീട്ടിൽ നമ്മുടെ പിതാക്കന്മാർ പ്രാർത്ഥിച്ചു. അതിന്റെ റിസൾട്ടാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത്. ഹാലലൂയ. എങ്കിൽ നമ്മൾ ഇനിയും പ്രാർത്ഥിക്കണം. എവിടേക്കോ പിശാച് മണ്ണിട്ട് കൂടി പല സാഹചര്യങ്ങളെ കൊണ്ടുവന്നു. പക്ഷെ നമുക്ക് ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ ദേശത്ത് ഒരു ദൈവപ്രവൃത്തി കാണണം. എന്റെ ദേശത്ത് ഒരു ദൈവപ്രവൃത്തി കാണണം. ആമേൻ, ആമേൻ. പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ദൈവം ദൂതനെ അങ്ങോട്ട് മാറ്റിയതാ. ഹല്ലേലൂയ. ശണ്ടയിട്ട് വന്നു. ഹല്ലേലൂയ. അവകാശം പറഞ്ഞു വന്നു. ഹല്ലേലൂയ. ഇന്ന് അവകാശം പറഞ്ഞു വന്നതെല്ലാം ദൈവം പൊട്ടിക്കാൻ പോവാ. ഹല്ലേലൂയ. ഇനി അതിന് എന്നിട്ട് അവരെന്ത് അറിയാമോ, ഒരു പേരിട്ടു. എന്നിട്ട് അവിടുന്ന് മാറി അടുത്ത കിണറ് പോയി കുഴിച്ചു. ഇനി വേഗത്തിൽ ഒന്ന് വായിച്ചേ, 21 വായിച്ചേ. അവർ തന്നോട് ശണ്ടയിട്ടത് കൊണ്ട് അവൻ ആ കിണറിനെ യേശുക്കെന്നു പേർ വിളിച്ചു. 21 വായിച്ചു. അവർ മറ്റൊരു കിണർ കുഴിച്ചു. എന്നിട്ട് അവിടുന്ന് മാറിയിട്ട് മറ്റൊരു വീണ്ടും അടുത്ത കിണർ കുഴിച്ചു. അതിനെ കുറിച്ച് അവർ ശണ്ടയിട്ടത് കൊണ്ട് അവൻ അതിനെ സിഗ്ന എന്ന് പേർ വിളിച്ചു. വീണ്ടും മാറി കുടിച്ചപ്പോ വീണ്ടും അവകാശം പറഞ്ഞുകൊണ്ട് വരുന്നു. വീണ്ടും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? വീണ്ടും അവകാശം പറഞ്ഞു വന്നു. അടുത്ത പേരിട്ടു. ഇനി സംഭവിച്ചു. പക്ഷെ വിട്ടുകൊടുത്തില്ല. ഇതാണ് ദൈവവൈതലിന്റെ പ്രത്യേകത. വീണ്ടും അവകാശം പറഞ്ഞു വന്നാലും, വീണ്ടും നിന്റെ മണ്ണിനെ മൂടിയത് നീ കഷ്ടപ്പെട്ട് തിരിച്ചു കുടിച്ചത് അവകാശം പറഞ്ഞാലും വിട്ടുകൊടുക്കരുത്. വിട്ടുകൊടുക്കരുത്. ചിലതൊക്കെ അവകാശം പറഞ്ഞുകൊണ്ട് വരും, പക്ഷെ വിട്ടുകൊടുക്കരുത്. അടുത്തിരിക്കുന്നവർ കൈക്ക് പിടിച്ചിട്ട് പറ, പിശാച് അവകാശം പറയും പക്ഷെ വിട്ടുകൊടുക്കരുതെന്ന് പറഞ്ഞേ.
പലതും അവകാശം പറഞ്ഞവരും വിട്ടുകൊടുക്കരുത്. ആരാധിച്ചും പ്രാർത്ഥിച്ചും വിട്ടുകൊടുക്കരുത്. ഇനി ശ്രദ്ധിച്ചു, അതാണ് ഇന്നത്തെ ദൂതം. മെസ്സേജ് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അടുത്തത് ഇനി 22. അവൻ അവിടെ നിന്ന് മാറിപ്പോയി. അവിടെ 22 മോനെ കാണിച്ചു. അവിടെ നിന്ന് മാറിപ്പോയി. മറ്റൊരു കിണർ കുഴിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് വിട്ടുകൊടുത്തില്ല. മാറിപ്പോയി എന്ത് ചെയ്തു? മറ്റൊരു കിണർ കുഴിച്ചു. അതിനെക്കുറിച്ച് അവർ ശണ്ടയിട്ടില്ല. അതിനെക്കുറിച്ച് അവരെന്ത് ചെയ്തില്ല? ഇനി അധിക നാൾ അങ്ങനെ ശണ്ടയിടാൻ പറ്റത്തില്ല. അധിക നാൾ അവകാശം പറയാൻ പറ്റത്തില്ല. അതിന്റെ കെട്ട് പൊട്ടിക്കുന്ന ഒരു സമയമുണ്ട്. ആമേൻ. ശണ്ടയിട്ടില്ല. അടുത്തത് യഹോവ ഇപ്പോൾ നമുക്ക് ഇടമുണ്ടാക്കി. എന്നിട്ട് അവര് പറയാ, ഇപ്പോഴാ നമുക്കൊരു റൂം കിട്ടിയത്, ഇടം കിട്ടിയത്, ഒരു സ്വസ്ഥത കിട്ടിയത്. നാം ദേശത്ത് വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞ് അവനതിന് രഹബോത്ത് എന്ന് പേരിട്ടു. ഹല്ലേലൂയ. നമുക്കൊരു സ്പേസ് കിട്ടി. ദൈവം നമ്മെ അഭിവൃദ്ധിപ്പെടുത്തും, നമ്മളെ ഫ്രൂട്ട്ഫുൾ ആക്കും, നമ്മെ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞ് ഒരു റൂം നമുക്ക് കിട്ടിയിരിക്കുന്നെന്ന് പറഞ്ഞ് നമുക്ക് ആവശ്യമുള്ള, മലയാളത്തിൽ ഞാൻ വായിക്കാം, ഇംഗ്ലീഷിന്റെ, യഹോവ അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സ്ഥലം തന്നിരിക്കുന്നു, നാം ദേശത്ത് അഭിവൃദ്ധിപ്പെടുമെന്ന് പറഞ്ഞ് അവർ രഹബോത്ത് എന്ന് പേരിട്ടു. ഇന്ന് പകൽ ചിലതിനോട് ദൂത് പറയാ, ഒരു രഹബോത്ത് നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവുക. ഇതുവരെ നീ പലതും കണ്ടു പേരിട്ടു മടുത്തു, പക്ഷെ രഹബോത്ത് നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവുക. നിനക്ക് ഒരു ഇടം തരാൻ പോവുക, നിനക്കൊരു സ്വസ്ഥത തരാൻ പോവുക, നീ ദേശത്ത് വർദ്ധിക്കാൻ പോവുക, അവകാശം പറഞ്ഞു നിൽക്കുന്നത് മാറാൻ പോവുക, മണ്ണിട്ട് മൂടിയത് നീ ഉറവയായി തിരിച്ചു പിടിക്കാൻ പോവുക. ആത്മീയ ഭൗതിക വിഷയത്തിൽ ഒരു രഹബോത്ത്. സർവശക്തനായ ദൈവം, സർവവ്യാപിയായ ദൈവം നിനക്കൊരു രഹബോത്ത് തരാൻ പോകുക. സൃഷ്ടാവാം ദൈവം നിനക്കൊരു രഹബോത്ത് തരാൻ പോകുക. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഒന്ന്, ഒരു രഹബോത്ത് ദൈവം തരാൻ പോവാ. ഉറക്കെ പറ, ദൈവം ഒരു രഹബോത്ത് തരാൻ പോവാ. ഒരു ഇടം, ഇതുവരെ നിനക്ക് ഇടം വരാതെ നിനക്ക് അവകാശം പറഞ്ഞുകൊണ്ടിരിക്കുക, പക്ഷെ ദൈവം ഒരു ഇടം തരാൻ പോവുക. ഒരു രഹബോത്ത് ദൈവം വെളിപ്പെടുത്താൻ പോവുക. ഹല്ലേലൂയ. ഇന്ന് പ്രാർത്ഥിക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു രഹബോത്തിന്റെ അനുഭവം വേണ്ടതുണ്ടെങ്കിൽ, എവിടെങ്കിലും മണ്ണിട്ട് മൂടിയിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിക്കണം. എൻ്റെ ദൈവമേ, ഇന്ന് ദൈവദാസൻ പറഞ്ഞു ഒരു രഹബോത്ത്, ഇസഹാക്കിന് രഹബോത്ത് വെളിപ്പെട്ടെങ്കിൽ എൻ്റെ കുടുംബത്തിൽ രഹബോത്ത് വെളിപ്പെടണം. എൻ്റെ തലമുറയ്ക്ക് ഒരു ഇടം വേണം. എൻ്റെ തലമുറ ദേശത്ത് വർദ്ധിക്കണം. യെസ്. വാടക വീട്ടിൽ താമസിക്കുന്നവരും പ്രാർത്ഥിക്കണം, എനിക്കും എൻ്റെ കുടുംബത്തിന് ഒരു ഇടം ദേശത്ത്, ഒരു അവകാശം ദേശത്ത്, ഒരു രഹബോത്ത് വെളിപ്പെടും. ഈ 2024 ജനുവരി ഫെബ്രുവരി മാസം 25-ാം തീയതി കൊണ്ട് ഞാൻ ആത്മാവി പ്രവചിക്കുന്നു, ഇന്ന് മുതലേ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. നിനക്കും നിന്റെ കുടുംബത്തിന് ഒരു രഹബോത്ത് വെളിപ്പെടുത്താൻ ദൈവം വിശ്വസ്തനാണ്. നിനക്കൊരു റൂം, നിനക്കൊരു ഇടം ദൈവം തരും. ദൈവത്തിന് അത്ഭുത വഴികളുണ്ട്. ഉറക്കെ പറഞ്ഞ രഹബോത്ത് വെളിപ്പെടാൻ പോവാ. നമ്പർ 2, അടുത്തത് എന്താ വെളിപ്പെടാൻ പോകുന്നതെന്ന് അറിയാമോ? അടുത്ത ശ്രദ്ധിക്കണം. അടുത്ത ഉൽപ്പത്തി 28. നമുക്കറിയാം, അബ്രാം കഴിഞ്ഞു, ഇസ്ഹാക്ക് കഴിഞ്ഞു, യാക്കോബ് വരുന്നു. യാക്കോബിന് ചേട്ടനെയൊക്കെ പറ്റിച്ച് കാര്യങ്ങളൊക്കെ നടന്ന് അപ്പൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചുകൊണ്ട് യാക്കോബിന് സ്വന്തം വീട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല. യാക്കോബിന് ചേട്ടനെ പേടിച്ച് സ്വന്തം വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ എത്തിയപ്പോൾ അമ്മ തന്നെ പറഞ്ഞു കൊടുത്തു, നീ പൊയ്ക്കോ, എൻ്റെ സഹോദരൻ്റെ അങ്ങോട്ട് പൊയ്ക്കോ, എൻ്റെ വീട്ടിലോട്ട് പൊയ്ക്കോ, നീ ഇവിടെ നിന്നാൽ എന്ത് ചെയ്യത്തില്ല, ശരിയാകത്തില്ല, നിന്റെ ജ്യേഷ്ഠൻ്റെ കോപമൊക്കെ ഒന്ന് ശമിക്കട്ടെ എന്ന് പറഞ്ഞ് അമ്മയുടെ ഇത് വെച്ച് യാക്കോബ് എന്ത് ചെയ്യുന്നറിയാമോ? ഇറങ്ങിത്തിരിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കൊരു വീട്ടിൽ നിന്ന് ഇറങ്ങിത്തിരിക്കേണ്ട അവസ്ഥ. വീട്ടുകാരെ തന്നെ പറഞ്ഞു കൊടുത്തു, നീ പൊയ്ക്കോ, എപ്പോഴെങ്കിലൊക്കെ ശമനം ഉണ്ടാകുമ്പോൾ വാ. ഒറ്റപ്പെട്ട് ഭാവി എന്തെന്നറിയാതെ, ജീവിതത്തിൽ ആരും സഹായമില്ലാതെ, അനിശ്ചിതത്വം വന്ന് എന്താവും ഈ ജീവിതയാത്രയിൽ, ഈ മരുഭൂയാത്രയിൽ, ആപത്ത് വരുമോ, ജീവിതം തകർന്നു പോകുമോ, ഒന്നുമില്ലാതാകുമോ എന്നൊക്കെ നിരാശയുണ്ടാവുന്ന സമയം ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും. ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. മനുഷ്യനാ, പെടുന്നതിനവേ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ മനസ്സ് നമ്മളോട് തന്നെ സംസാരിക്കും. മറ്റുള്ളവർ സംസാരിച്ചില്ലെങ്കിലും നമ്മുടെ മനസ്സ് നമ്മളോട് തന്നെ സംസാരിക്കും. തീർന്നു, അവസാനിച്ചു, ഇനി ഒന്നും വെളിപ്പെടില്ല,
എൻ്റെ ജന്മത്തിന്റെ കുഴപ്പമാ, എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ, എൻ്റെ ജന്മം ഇങ്ങനെ ആയിപ്പോയല്ലോ. ഇങ്ങനെയൊക്കെ മനുഷ്യന്റെ അകത്ത് പിശാച് കൊണ്ട് ചിന്തകളിടും. അത് വർദ്ധിച്ചു വരുമ്പോഴാണ് പല ദോഷങ്ങളുമായി മാറുന്നത്. ഇങ്ങനെ ഈ ചിന്തകൾ വന്നുകൊണ്ട് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ താൻ മുന്നോട്ട് പോകുമ്പോൾ ഒരു സ്ഥലത്തെത്തി. ഉൽപ്പത്തി 28:11. ഇനി ശ്രദ്ധിച്ചേ, ഉൽപ്പത്തി 28:11. മോനെ സ്ക്രീനിലൂടെ കാണിച്ചോ. ഉൽപ്പത്തി 28:11. അവൻ ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ രാപാർത്തു. മുന്നോട്ട് അമ്മ പറഞ്ഞു കേട്ട് സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചതാ. പക്ഷേ സന്ധ്യയായി. ഹല്ലേലൂയ. ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അവിടെ താമസിക്കാൻ തീരുമാനിച്ചു. എങ്ങനെ കിടന്നേ? അവൻ ആ സ്ഥലത്ത് കല്ലുകളിൽ ഒന്നെടുത്ത് തലയണയായി വെച്ച് അവിടെ കിടന്നുറങ്ങി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ, സ്വന്തം വീട്ടിൽ അങ്ങനെ കിടക്കുവോ? ഇനി എത്ര ഉടക്കുണ്ടെന്ന് പറഞ്ഞാലും ലാസ്റ്റ് അമ്മ സമ്മതിക്കോ? സമ്മതിക്കത്തില്ല. മോനെ വന്ന് അകത്ത് കിടക്കാൻ പറയും. ഹല്ലേലൂയ. എന്തെങ്കിലും വേണ്ടത് കൊടുക്കും. പക്ഷെ ഇപ്പോൾ അതെല്ലാം മാറിയിട്ട് എന്തിന്റെ പുറത്താ കിടക്കുന്നേ? തലങ്ങണയ്ക്ക് പറയും എന്താട്ട കിടക്കുന്നേ? കല്ല് വെച്ചിട്ട് കിടക്കുന്നു. ഹല്ലേലൂയ. അവിടെ കിടന്ന് അവൻ എന്ത് ചെയ്തു? ഉറങ്ങി. ഹല്ലേലൂയ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ജീവിതത്തിന്റെ അനുഭവത്തിൽ തലങ്ങണയ്ക്ക് പകരം കല്ല് വെച്ച് കിടന്നുറങ്ങുന്ന ജീവിതത്തിന്റെ അനുഭവം. അവിടെ നിന്നുകൊണ്ട് ഹല്ലേലൂയ. നോർമലി ഉറക്കം വരത്തില്ല. ഇത്രയും മരുഭൂയാത്രയിൽ കഷ്ടപ്പെട്ട് ശരീരം അധ്വാനമായി വന്നതുകൊണ്ട് നിശ്ചയമായി ഉറങ്ങിപ്പോകും. ബോഡി ക്ഷീണിച്ചു പോയി. ഇനിയാണ് 12 വായിച്ചേ. അവനൊരു സ്വപ്നം കണ്ടു. ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു ഗോവേണി. അവനൊരു സ്വപ്നം കണ്ടു, ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഗോവേണി. അതിന്റെ തല സ്വർഗ്ഗത്തോളം എത്തിയിരുന്നു. ദൈവത്തിന്റെ ദൂതന്മാർ അതിന്മേൽ കൂടി കയറുകയും ഇറങ്ങുകയുമായിരുന്നു. അവൻ അവിടെ നിൽക്കുമ്പോൾ ഒരു സ്വപ്നം കാണുക. ചിലപ്പോൾ അവൻ അതുവരെ ചിന്തിച്ചത് ജീവിതം അസ്തമിച്ചോ എന്ന് ചിന്തിക്കുന്നിടത്ത്, എല്ലാം ഇരുട്ടായി സന്ധ്യയായി എന്ന് ചിന്തിക്കുന്നിടത്ത് ഒരു സ്വപ്നം കാണുന്നൊരു ഗോവേണി, ഭൂമിയിൽ വരെ വെച്ചിരിക്കുന്ന ഗോവേണി, സ്വർഗത്തോളം ഒരറ്റം മേളില് മറ്റേയറ്റം താരെ. ഹല്ലേലൂയ. ഒരർത്ഥം. ഹല്ലേലൂയ. എന്തൊക്കെ സംഭവിച്ചാലും, ലോകത്തിന്റെ കണക്ഷൻ വിട്ടാലും, നിന്റെ വീടുമായിട്ടുള്ള കണക്ഷൻ വിട്ടാലോ, നീയും നിന്റെ ദൈവമായിട്ടുള്ള കണക്ഷൻ വിടരുത്. ഹല്ലേലൂയ. അതിനൊരു കോട്ടം സംഭവിക്കരുത്. ഹല്ലേലൂയ. എന്നിട്ട് ദൈവത്തിന്റെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. യാക്കോബിനെ ദൈവം ഉറപ്പിച്ചു കൊടുക്കുക, നിന്റെ കൂടെ ദൂതന്മാരുണ്ട്. ആരും നിന്നെ സഹായിപ്പാനില്ലേലും, ആരും നിന്റെ പ്രൊട്ടക്ഷന് വരുമെന്ന് നീ ചിന്തിക്കുമ്പോഴോ, നീ ഒറ്റപ്പെടുമ്പോഴോ, നിനക്കൊരു തുറന്ന സ്വർഗമുണ്ട്. ഹല്ലേലൂയ. ഏതൊക്കെ വാതിൽ അടഞ്ഞാലും ഉയരത്തിന്റെ വാതിൽ നിനക്കായി തുറക്കും. ഹല്ലേലൂയ. ദൂതന്മാർ കയറുകയും ഇറങ്ങുന്നത് നീ കാണും. നിനക്കൊരു കരുതൽ ഉണ്ടാകും. ഇന്ന് പകൽ ഒറ്റപ്പെട്ടു, എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല എന്ന് ചിന്തിക്കുന്ന ചിലതിനോട് ഇന്ന് പകൽ നിന്റെ അവസ്ഥയ്ക്ക് ഒരു കാര്യം വെളിപ്പെടാൻ പോകുക. സ്വർഗം തുറക്കുന്നു, ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. എന്നിട്ട് പറഞ്ഞ ദൂത് ശ്രദ്ധിച്ചോണം. 13-14. അതിന്റെ മീതെ നിന്നും യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവുമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്ക് തരും. എന്നിട്ടൊരു ദൂത് പറയാ, നീ ഇപ്പൊ കിടക്കുന്നത് തലങ്ങണ വെച്ചിട്ട് കിടക്കുന്നതാ. അന്യദേശത്ത് പോലെ, പരദേശിയെ പോലെ കിടക്കുക. നിന്നോടൊരു ദൂത് പറയുന്നു, ഒന്നുമില്ലാതെ ഇറങ്ങി തിരിച്ച നിന്നോട്, നീ കിടക്കുന്നത് നിനക്ക് അവകാശമായി തരാം. നിനക്കല്ല, നിന്റെ സന്തതി കൂടെ അവകാശമായി തരാം. ഹല്ലേലൂയ. എന്റെ ജീവിതം തീരുമോ എന്ന് ചിന്തിക്കുന്നതിനോട് ദൂത് പറയും, നിനക്കല്ല, കർത്താവിന്റെ വരവ് താമസമെങ്കിൽ നിന്റെ തലമുറയ്ക്കും ബ്ലെസ്സിംഗ് ആയി മാറ്റാൻ ദൈവം വിശ്വസ്തനാണ്. എന്നിട്ട് 14, നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെ നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. അത് കഴിഞ്ഞിട്ട് 17-19 വായിച്ചേ. 17. ഭയപ്പെട്ട് ഈ സ്ഥലം എത്ര ഭയങ്കരം. അപ്പൊ ഇതെല്ലാം കണ്ടപ്പോ യാക്കോബ് ഭയപ്പെട്ടു. ഈ സ്ഥലം എത്ര ഓസം, എത്ര ഭയങ്കരം. ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല. ഇത് സ്വർഗത്തിന്റെ വാതിൽ തന്നെ എന്ന് ഇത് പറഞ്ഞു. സ്വർഗത്തിന്റെ വാതിൽ തന്നെ. എന്നിട്ട് അതിന്റെ 19. അവൻ ആ സ്ഥലത്ത് ബേഥേൽ എന്ന് പേര് വിളിച്ചു. ആദ്യം ആ പട്ടണത്തിന് ലൂസ് എന്ന് പറഞ്ഞ സ്ഥലം ബേഥേലായി മാറി. ഹല്ലേലൂയ. തലങ്ങണയില്ലാതെ കല്ല് വെച്ച് കിടന്നുറങ്ങുന്നവന് സ്വർഗത്തിന്റെ തുറന്ന വാതിൽ. ചിലതിനോട് പറയാ, എല്ലാം അടഞ്ഞ് ഗതികെട്ടോടുന്ന നിനക്കൊരു ബേഥേലിന്റെ അനുഭവം വെളിപ്പെടാൻ പോയാ. ചിലതിനോട് പറയുന്നു, ബേഥേൽ നിനക്ക് വെളിപ്പെടാൻ പോവാ. ചിലതിന് രഹബോത്തെങ്കിൽ ചിലതിന് ബേഥേൽ. നിനക്കൊരു തുറന്ന സ്വർഗം വെളിപ്പെടും. ദൂതന്മാർ നിന്റെ കൂടുണ്ട്. വാഗ്ദത്തം നിറവേറും. നീ ഒറ്റയ്ക്കല്ല. ഓ
ഞാൻ ആത്മാർത്ഥമായ വിളിച്ചു പറയുന്നത്, ഈ സ്റ്റേജ് മുതൽ വിളിച്ചു പറയുന്നു, ചിലർക്ക് ബേഥേൽ വെളിപ്പെടാൻ പോവുക, ചിലര് ബേഥേലിന്റെ അനുഭവം വെളിപ്പെടാൻ പോവുക. ഇത് ദൈവത്തിന്റെ ആലയം, തുറന്ന സ്വർഗം, the house of God. അതിന്റെ അർത്ഥം എന്ന് പറയുമ്പോ, നിന്റെ വീട് നരകം പിടിച്ച വീടാകത്തില്ല, നിന്റെ ജീവിതം നരകം പിടിച്ചതാകത്തില്ല. നീ തലങ്ങണയ്ക്ക് വരെ കല്ല് വെച്ച് കിടന്നാലോ ഒരു തുറന്ന സ്വർഗം, ഒരു ബേഥേലാക്കി നിന്റെ വീട്ടിനെ മാറ്റും. ഒന്ന് കരമടിച്ച് ദൈവത്തിന് മഹത്വം കെടുത്തിയേ. രഹബോത്ത് വെളിപ്പെടട്ടെ, ബേഥേലിന്റെ അനുഭവം വെളിപ്പെടട്ടെ. ഒറ്റപ്പെട്ടെന്ന് ചിന്തിക്കുന്നവര് പ്രാർത്ഥിക്കണം. നിനക്കൊരു ബേഥേലുണ്ടാവും, നിനക്കൊരു ബേഥേലുണ്ടാവും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇത് അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. അത് സങ്കീർത്തനക്കാരൻ അത് മനോഹരമായി കുറിച്ചു. 46 സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടുണ്ട്, യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. സൈന്യങ്ങളുടെ ദൈവം നമ്മുടെ ഹല്ലേലൂയ നമ്മോട് കൂടുണ്ട്. യാക്കോബിന്റെ ദൈവം നമ്മുടെ. ഇന്ന് പല എത്ര പേരെ വിശ്വസിക്കുന്നു? ഞാനും ചിന്തിച്ചിട്ടുണ്ട്. ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്ന ആദ്യ നാളുകളിൽ എല്ലാം എന്ത് സംഭവിക്കും, ഇനി എന്താകും, എൻ്റെ ഭാവി എന്താകും, ഞാനും ഒറ്റപ്പെട്ടു പോകുമോ, എല്ലാം അടഞ്ഞു പോകുമോ, ആര് സഹായിക്കാനുണ്ട്, ആര് കൈത്താങ്ങാനുണ്ട് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന അനുഭവം നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലുണ്ട്. ഹല്ലേലൂയ. അന്നേ ദൈവം എന്നെ വായിപ്പിച്ചൊരു വചനമാണ്. ഹല്ലേലൂയ. അന്നേ എൻ്റെ ഉള്ളിൻ്റെ അകത്ത് കയറിയതാണ്. നീ ഒറ്റപ്പെട്ടതാണെങ്കിലോ, നീ മരുഭൂമിയുടെ അനുഭവമാണെങ്കിലും, നിനക്കാരുമില്ലേലോ, ഇന്ന് പകൽ നിന്നോട് പറയുന്നു, ഒരു സപ്പോർട്ട് നിനക്കില്ലല്ലോ. എല്ലാം അടയുമ്പോഴും ഒരു തുറന്ന സ്വർഗമുണ്ട്, ഒരു ഹൗസ് ഓഫ് ഗോഡ്. ഇത് ബേഥേല. നിന്റെ ലൈഫിൽ ബേഥേൽ വെളിപ്പെടും. എന്റെ ലൈഫിൽ വെളിപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലും വെളിപ്പെടും. യേശുക്രിസ്തു ഇന്നലെ ഇന്നും എന്നേക്കും മാറാത്ത ദൈവം. നിങ്ങൾ മുടിഞ്ഞു പോകാത്തത് അവൻ മാറാത്ത ദൈവമായതുകൊണ്ട്. ഇന്ന് പ്രാർത്ഥിക്കണം. ചിലർക്ക് ബേഥേലിന്റെ അനുഭവം വെളിപ്പെടണം. അവര് പ്രാർത്ഥിച്ച് അവർക്ക് ബേഥേൽ വെളിപ്പെടാൻ പോവാ. ലൂസ് എന്ന പട്ടണത്തെ മാറ്റി ബേഥേലാക്കിയതുപോലെ നമ്മുടെ ചില ജീവിതാനുഭവങ്ങൾ ബേഥേലിലേക്ക് മാറ്റാൻ പോവുക. ചിലർക്ക് രഹബോത്ത് വെളിപ്പെടണം. അവർക്ക് ദൈവം രഹബോത്ത് വെളിപ്പെടുത്തും. ഹല്ലേലൂയ. ഈ ആണ്ട് തീരും മുമ്പ്, ഇനി ചുരുങ്ങിയ 10 മാസത്തോളം മുമ്പിൽ നിൽക്കുമ്പോൾ, ഈ 10 മാസങ്ങൾക്കുള്ളിൽ പ്രാർത്ഥിക്കണം. ചിലത് രഹബോത്തായി മാറട്ടെ, ചിലത് ബേഥേലിന്റെ അനുഭവമായി മാറട്ടെ. ഹല്ലേലൂയ. അടുത്തത് ഇതെല്ലാം പറഞ്ഞ് നമ്മൾ ഒന്നിച്ചങ്ങ് പ്രാർത്ഥിക്കാൻ പോവാ. അടുത്തത് ഇനി എന്താ അനുഭവം എന്ന് അറിയാമോ? ദൈവത്തിന്റെ ജനം, ഇസ്രായേൽ ജനം ഇറങ്ങിത്തിരിച്ചു. മോശ മുഖാന്തരം ഇറങ്ങിത്തിരിച്ചു. പുറപ്പാട് പുസ്തകം നോക്കുമ്പോൾ ചെങ്കടൽ കടന്നു, അത്ഭുതം നടന്നു, മന്ന കിട്ടി, എല്ലാം കിട്ടി, മുന്നോട്ട് വന്നു. മോശ മരിച്ചു. മോശയ്ക്ക് ശേഷം നേതൃത്വം ദൈവം ആർക്ക് കൊടുത്തു? ജോഷുവായ്ക്ക് കൊടുത്തു. ജോഷുവ അവരെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. എപ്പോഴും ശ്രദ്ധിക്കണം, ദൈവത്തിന്റെ പദ്ധതി ഒരിക്കലും തീരത്തില്ല. വ്യക്തികൾ മാറാം, അനുഭവങ്ങൾ മാറാം, ദൈവം തന്റെ പദ്ധതിയെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. നമ്മുടെ പിതാക്കന്മാരാൽ തുടങ്ങി. അതിനു മുമ്പേ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ 120 പേര് ഒരു മാളിക മുറിയിൽ പ്രാർത്ഥിക്കാൻ കയറിയതാ. അവർ മാറി, കാലങ്ങൾ മാറി, നൂറ്റാണ്ടുകൾ മാറി. പക്ഷെ ഇന്ന് പകലും ഇവിടെ നിന്ന് മൈക്ക് പ്രസംഗിച്ചുകൊണ്ട് ഈ ഉണർവും ദൈവപ്രവൃത്തി പ്രസംഗിക്കുന്നതിന് മനസ്സിലാക്കിക്കണോ, നമ്മുടെ ദൈവം എന്ത് മാറാത്ത ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇറങ്ങി തിരിച്ച് മുന്നോട്ട് വന്നു. ജോഷുവ നേതൃത്വം ഏറ്റെടുത്തു. മുമ്പിൽ ആദ്യം നടന്ന പ്രതിസന്ധിയായ മരണത്തിന്റെ യോർദാനെ കടന്ന ദൈവം അപ്പുറത്ത് കൊണ്ടുപോയി. ഇനി എരിഹോവിലേക്കും വാഗ്ദത്ത കനാലിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. എരിഹോവ് എത്തുന്നതിന് തൊട്ടും ആ ബോർഡർ പ്രദേശം എത്തിയപ്പോൾ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ പക്ഷെ ഒറ്റ കാര്യമുണ്ട്. ഇത്രയൊക്കെ വിടുതൽ കെട്ടി ഇറങ്ങി തിരിച്ചവർക്ക് എപ്പോഴും ഒരു നിന്നയാ. ഇവര് മിസ്രൈമിൽ കിടന്നവരല്ലയോ, ഇവര് അടിമകളല്ലയോ, അടിമത്തത്തിൽ പോയവരല്ലയോ, ഇവര് പലതും പരിച്ഛേദന ഏക്കാത്തവരാണല്ലോ, ഇസ്രായേൽ സംബന്ധമായി ബന്ധമില്ലാത്തവരാണല്ലോ. അങ്ങനെ ഒരു നിന്ന, എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ അടിമത്തത്തിൽപ്പെട്ടല്ലേ, ഒരു നിന്ന കിടപ്പുണ്ട്. ഇനി ശ്രദ്ധിച്ചോ, ജോഷുവ 5:9. ജോഷുവ 5:9. ഞാൻ ചുരുക്കി ആ പ്രധാനപ്പെട്ട ഭാഗം മാത്രം, ബാക്ക്ഗ്രൗണ്ട് പറയുന്നില്ല. യഹോവ ജോഷുവയോട് ഇന്നു ഞാൻ മിസ്രയീമിന്റെ നിന്ന, അടിമത്തത്തിന്റെ നിന്ന നിന്നിൽ നിന്ന് ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു എന്ന് ദൈവം അരുളി ചെയ്തു.
അതുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്നുവരെ ഗിൽഗാൽ അർത്ഥം ബ്രാക്കറ്റിൽ ഉരുൾ എന്ന് പേർ പറയുന്നു. കർത്താവ് ദൂത് പറയാ, ഇത്രേ നാളും ഇറങ്ങി തിരിച്ച് ഇത്രേ നാളായില്ലയോ, ചെങ്കടൽ കടന്നില്ലയോ, മന്ന കിട്ടിയില്ലയോ, കാടപ്പശ കിട്ടിയില്ലയോ, മരണ യോർദാൻ കടന്നില്ലയോ, എന്നാലും ഒരു നിന്ന കടപ്പില്ല. അത് ഞാൻ ഇവിടെ വെച്ച് ഉരുട്ടി മാറ്റുക. സ്ഥലത്തിന്റെ പേര് ഗിൽഗാൽ. ഹല്ലേലൂയ. ഇന്ന് പകൽ അടുത്ത ദൂത് പിടിച്ചോണം. നമ്മുടെ ജീവിതത്തിൽ ഒരു ഗിൽഗാൽ വെളിപ്പെണ്ടെടുത്ത് ഗിൽഗാൽ വിളിച്ച ഉരുണ്ട് മാറുക. ഒരു കല്ല് ഉരുണ്ട് മാറുന്ന പോലെ ചില നിന്നകൾ ഉരുണ്ട് മാറാൻ പോയ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എവിടെങ്കിലും ഇറങ്ങി തിരിച്ചിട്ട് നിന്റെ ജീവിതത്തിൽ കിടക്കുന്നെങ്കിൽ ഇന്ന് പ്രാർത്ഥിക്കുന്ന ചിലർക്ക് രഹബോത്ത് വേണ്ടായിരിക്കാം, ചിലർക്ക് ഭേദമല്ലായിരിക്കാം, ചിലർക്ക് ഗിൽഗാലിന്റെ അനുഭവം വെളിപ്പെടാം. ഉരുൾ ചിലത് ഉരുണ്ട് മാറുന്ന ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്നു, ചിലത് ഉരുണ്ട് മാറുന്ന പകലാകട്ടെ. ഹല്ലേലൂയ. ലൂക്കോസ് 1:25 വായിച്ചേ. ലൂക്കോസ് 1:25. ലൂക്ക് chapter 1 verse 25. ലൂക്കോസ് 1:25. മനുഷ്യരുടെ ഇടയിൽ നിന്നും എനിക്കുണ്ടായിരുന്ന നിന്ന നീക്കുവാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച നാളിൽ ഇങ്ങനെ എനിക്ക് ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് 5 മാസം ഒളിച്ചു പാർത്തു. ഇതാരാന്നറിയാമോ? സക്രിയാവ് എലിസബത്ത് കുടുംബം. എലിസബത്ത് പറയാണ്, വയസ്സായെന്നു, ഞങ്ങൾ ആലയത്തിൽ ശുശ്രൂഷിക്കുന്നവരാ, തലമുറയില്ലാത്തതിന് ഒത്തിരി നിന്നയുണ്ടായി. പക്ഷെ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്ന് തലമുറ ഉണ്ടാകുമെന്ന് പറഞ്ഞു. പക്ഷെ അതിനുശേഷം തലമുറ ഉണ്ടായപ്പോ എലിസബത്ത് പറഞ്ഞതാണ്, മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായ നിന്നയെ നീക്കുവാൻ ദൈവം കടാശിച്ച നാളിൽ ഒരു ദിവസം കടാശിച്ചു. ധൂപം പൊങ്ങി, പ്രാർത്ഥന പൊങ്ങിയപ്പോൾ ആലയത്തിൽ സക്രിയാവിന് മുമ്പിൽ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി. അന്ന് ഞങ്ങളെ കടാശിച്ചു, ഞങ്ങളുടെ നിന്ന ഉരുണ്ടു മാറി. ഇന്നിപ്പോൾ 5-ാം മാസം. ഹല്ലേലൂയ. നിന്ന ഉരുണ്ടു മാറി. ഹല്ലേലൂയ. ഇന്ന് പകൽ എലിസബത്തിന്റെ ജീവിതത്തിൽ നിന്ന് ഉരുണ്ടു മാറിയെങ്കിൽ, ഹന്നയുടെ മുമ്പിൽ നിന്ന് ഉരുണ്ടു മാറിയെങ്കിൽ, ഇന്ന് പകൽ ചിലരെ നോക്കി ഞാൻ പ്രവചിക്കുന്നു, നിനക്കും നിന്റെ കുടുംബത്തിന് ഏതൊക്കെയോ വിഷയത്തിൽ ഒരു നിന്ന കടപ്പ്, അത് നിന്നയെ ഉരുട്ടി ദൈവം മാറ്റാൻ പോയ, അത് കടാശിക്കുന്ന നാളുകൾ വെളിപ്പെടാൻ പോയ ഒരു ഗിൽഗാലിന്റെ അനുഭവം, ഒരു ഗിൽഗാലിന്റെ അനുഭവം. നിന്ന ഉരുണ്ട് മാറി, നിന്ന ഉരുണ്ട് മാറി. ഉറക്കെ പറ, എന്റെ നിന്നതയെ ഉരുട്ടി മാറ്റാൻ പോവാ, ഉരുട്ടി മാറ്റാൻ പോവാ. അടുത്തത് ശ്രദ്ധിച്ചു. നമ്മൾ ചിന്തിച്ചു, രഹബോത്ത് വെളിപ്പെടും. ഒരു ഇടമുണ്ടാക്കി ദൈവം നമ്മെ വർദ്ധിപ്പിച്ചു. ഇത് വാക്കുകൾ മറക്കരുത്, വെച്ച് പ്രാർത്ഥിക്കണം. എവിടാ നിങ്ങൾക്ക് വേണ്ടത് അത് വെച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചോണം. ഒരു രഹബോത്ത് ദൈവം വെളിപ്പെടുത്തും. ചിലർക്കൊരു ബേതേലിന്റെ അനുഭവം വെളിപ്പെടുത്തും, ചിലർക്ക് ഗിൽഗാലിന്റെ അനുഭവം ദൈവം വെളിപ്പെടുത്തും. ഇനിയൊന്ന് ശ്രദ്ധിച്ചേ. 1 ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം. ആദ്യം അതിലെ പ്രധാനപ്പെട്ട ഭാഗം മാത്രം വായിച്ചാൽ മതി. 1 ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം ആദ്യം 7-8 വായിച്ചു. 7-8 വായിച്ചു. ഇസ്രായേൽ മക്കൾ മിസ്പയിൽ ഒന്നിച്ചു കൂടിയെന്ന് ഫെലിസ്ത്യർ കേട്ടപ്പോൾ ഫെലിസ്ത്യ പ്രഭുക്കന്മാർ ഇസ്രായേലിന്റെ നേരെ പുറപ്പെട്ടു വന്നു. ഇസ്രായേൽ മക്കൾ അത് കേട്ടിട്ട് ഫെലിസ്ത്യരെ ഭയപ്പെട്ടു. ജീവിതത്തിൽ ഒരു വല്ലാത്ത യുദ്ധം, ശത്രു വന്നങ്ങ് പോരാടാൻ, ഫൈറ്റ് ചെയ്യാൻ, മാറി മാറി ചില പോരാട്ടം ജീവിതത്തിൽ വരുന്നു. അവരാദ്യം ഭയപ്പെട്ടു. പക്ഷെ എന്ത് ചെയ്തു? 7-8 ഇസ്രായേൽ മക്കൾ ശൗമേലിനോട്, പ്രവാചകനായ ഇന്നത്തെ പ്രവാചകനായ പ്രാർത്ഥിക്കുന്ന അമ്മയുടെ മകനായ ശൗമേലിനോട്, നമ്മുടെ ദൈവമായ യഹോവ ഞങ്ങളെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്നും രക്ഷിക്കേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി അവനോട് പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുതേ എന്ന് ഒറ്റ കാര്യമുള്ളൂ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ചില പോരാട്ടങ്ങൾ അടുപ്പിച്ച് യുദ്ധം പോലെ ജീവിതത്തിൽ വരുമ്പോൾ ഒറ്റ കാര്യമുള്ളൂ, പ്രാർത്ഥന മതിയാക്കരുത്. ഉറക്കെ പറ, പ്രാർത്ഥന മതിയാക്കരുത്, പ്രാർത്ഥന മതിയാക്കരുത്. അങ്ങനെ ശൗമേൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ സംഭവിച്ചത് എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 10-ാമത്തെ വാക്യം 10, 11, 12, 13 വായിച്ചോണം. ഇനിയാണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫെലിസ്ത്യർ ഇസ്രായേലിനോട് പടക്കി അടുത്തു. എന്നാൽ യഹോവ അന്ന് ഫെലിസ്ത്യരുടെ
ആ. വലിയ ഇടിമുഴക്കി അവരെ ഭ്രമിപ്പിച്ചു. അവർ ഇസ്രായേലിനോട് തോറ്റു. ഇസ്രായേൽ മിസ്പയിൽ നിന്ന് പുറപ്പെട്ട് ഫെലിസ്ത്യരെ പിന്തുടർന്നു. ആ. ബേത്ത്കാരാറിന്റെ താഴ്വര ആ. അവരെ സംഹരിച്ചു. ഇനി 12 ഇതാണ് ദൂത്. പിന്നെ ശൗമേൽ ഒരു കല്ലെടുത്ത് കല്ലിട്ട് മിസ്പയ്ക്കും ശേനനും മധ്യേ നാട്ടി. അതിന്റെ മധ്യത്തെ നാട്ടി. ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞു. ഇത്രത്തോളം നമ്മെ യഹോവ സഹായിച്ചു എന്ന് പറഞ്ഞ് അതിന് ഏബെനേസർ എന്ന് പേരിട്ടു. അതിന് എബനേസർ എന്ന് ഇത്രത്തോളം അങ്ങനെ പറയാൻ കാരണം എന്താ? 13 വായിച്ച അപ്പൊ പറയും ഇത്രത്തോളം സഹായിക്കാൻ കാരണം ഇങ്ങനെ ഫെലിസ്ത്യർ ഒതുങ്ങി. ഇങ്ങനെ ഫെലിസ്ത്യൻ ഒതുങ്ങി. പിന്നെ ഇസ്രായേൽ ദേശത്ത് വന്നതുമില്ല. ശൗമേലിന്റെ കാലത്തൊക്കെയും യഹോവയുടെ കൈ ഫെലിസ്ത്യർക്ക് വിരോധമായിരുന്നു. ഹല്ലേലൂയ. കാരണം പ്രാർത്ഥന ഉയർന്നപ്പോ ഫെലിസ്ത്യൻ ഒതുങ്ങി, ശത്രു ഒതുങ്ങി. അതുകൊണ്ട് അവര് പറഞ്ഞു ഇത്രത്തോളം, ഇനി 12 കാണിച്ച മോനെ, ഇത്രത്തോളം യഹോവ ഞങ്ങളെ സഹായിച്ചു എന്ന് പറഞ്ഞ് എബനേസർ എന്ന് പേരിട്ടു. ഇന്ന് പകൽ ചിലത് ഒതുങ്ങിപ്പോയി. ഹല്ലേലൂയ. ഇത്രത്തോളം എന്റെ ദൈവം എന്നെ സഹായിച്ചു എന്ന് പറഞ്ഞ് ചിലർക്ക് എബനേസറിന്റെ അനുഭവം വെളിപ്പെടാൻ പോവുക. ചിലര് പറയാൻ പോവുക ഒത്തിരി യുദ്ധം ഞാൻ നേരിട്ടു, ശത്രു വല്ലാതിട്ട് പോരാടി, പക്ഷെ ദൈവം സലഹദിനെ ഒതുക്കി. എബനേസർ ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കുക, വരും ദിവസങ്ങളിൽ നിങ്ങൾ സാക്ഷ്യം പറയാൻ പോവുക. എന്റെ ദൈവം എബനേസറായി വെളിപ്പെട്ടു. ഇത്രത്തോളം എന്നെ എന്റെ കുടുംബത്തെ സഹായിച്ചു. ഇത്രത്തോളം എന്റെ ദൈവത്തെ എന്നെ താങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്രത്തോളം യഹോവ സഹായിച്ചു. എബനേസർ ഉറക്കെ പറ, ഇത്രത്തോളം യഹോവ എന്നെ സഹായിച്ചു. ഹല്ലേലൂയ. ഫെലിസ്ത്യൻ ഒതുങ്ങി. ഇന്ന് പകൽ വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കുക, കുറെ നാളായിട്ട് നമ്മളെ ചില വിഷയത്തിൽ മാറിയിട്ട് ശത്രു പോരാടുന്നില്ലേ, അത് ഒതുങ്ങാൻ പോവാ. അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച ഫെലിസ്ത്യൻ എന്ത് ചെയ്യാൻ പോവാ? ഒതുങ്ങാൻ പോവാ. ഉറക്കെ പറ, ഫെലിസ്ത്യൻ ഒതുങ്ങാൻ പോവാ. ഹല്ലേലൂയ. അതിനാണ് എബനേസർ എന്ന് പേരിട്ടു. നമ്മളെന്താ ചിന്തിച്ച് എല്ലാവരും ശ്രദ്ധിച്ചേ, പ്രാർത്ഥിച്ചാൽ എന്തോ വെളിപ്പെടും? എബനേസർ വെളിപ്പെടും. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ആദ്യം അവര് ഭയപ്പെട്ടുന്ന ഫെലിസ്ത്യൻ വന്നപ്പോ, മിസ്പേൽ വെച്ച് വന്നപ്പോ, ഫെലിസ്ത്യൻ വന്നപ്പോ അവരെന്ത് ചെയ്തു? ഭയപ്പെട്ടു. ഇപ്പൊ എന്തോ പറയുന്നേ? ഇത്രത്തോളം യഹോവ. വിശ്വസിക്കാമോ? ഈ 25-ാം തീയതി വരെ നിങ്ങൾ ഭയപ്പെട്ട ചില വിഷയത്തിന് ഒരു സാക്ഷ്യം, എബനേസർ ഇത്രത്തോളം എന്റെ ദൈവം എന്നെ സഹായിച്ചു. ഒന്ന്, ഒരു രഹബോത്ത് വെളിപ്പെടാൻ പോവാ. ചിലർക്ക് അടുത്തത് 2, ഒരു ബേഥേലിന്റെ അനുഭവം വെളിപ്പെടാൻ പോവാ. 3, ചിലർക്ക് നിന്ന ഉരുണ്ട് മാറുന്ന ഗിൽഗാൽ വെളിപ്പെടാൻ പോവാ. 4, എബനേസർ ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഫെലിസ്ത്യൻ ഒതുങ്ങി. ചിലത് ഒതുങ്ങാൻ പോവുക. ശത്രുവിന്റെ നേരെ ദൈവത്തിന്റെ കൈ പ്രതികൂലമായി നമുക്ക് അനുകൂലമായി വെളിപ്പെടാൻ പോകും. ഇനി ആരും ശ്രദ്ധിക്കാത്തത്, ആരും പ്രസംഗിക്കാത്തതുമായ ഒരു സംഭവം ഞാൻ പറയാം. ഇനി ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകാം. ഞാൻ ന്യായാധിപന്മാരുടെ പുസ്തകം 15 എടുത്തു. എന്നിട്ട് ഞാൻ ചരിത്രം പറയാം. 18 തൊട്ട് ഞാൻ പറയുമ്പോൾ വായിച്ചാൽ മതി. ന്യായാധിപന്മാരുടെ ജഡ്ജസ് 15, 18 and 19 ആണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. പക്ഷെ വായിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിച്ചോ, ന്യായാധിപന്മാർ 15ന്റെ 18 എടുത്തു വെക്കാം. ഇനി എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച്. ഇതിന്റെ പശ്ചാത്തലം ശിംശോൻ എന്ന് പറയുന്ന വ്യക്തി സമയാസമയത്ത് ദൈവത്തിന്റെ അഭിഷേകം ഇറങ്ങി വന്ന് ദൈവം വിടുതൽ ചെയ്യുന്ന വ്യക്തിയാണ് ശിംശോൻ. ശിംശോനെ ഫെലിസ്ത്യര് പിടിച്ചു കെട്ടി 2 പുതിയ കയറ് കൊണ്ട് എന്ത് ചെയ്തു? ബന്ധിച്ചു കഴിഞ്ഞപ്പോ സംഭവിക്കുന്നത്, ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്ന് തീ കൊണ്ട് കരിയുന്ന ചണനൂല് പോലെ ഇതെന്തോ ചെയ്തു? കരിഞ്ഞു പോയി. കണ്ടിട്ടുണ്ടോ ചണനൂല് തീക്കകത്ത് കൊടുക്കുന്നത്? അത് കണ്ടിട്ടുള്ളവരെന്ന് കൈവക്കിയേ. ആരും കണ്ടു കാണത്തില്ലെന്ന് പറയും. അല്ലെ കയറ് കത്തുന്ന കണ്ടിട്ടുണ്ടോ? എങ്ങനെ കത്തുന്നേ? പ്ലാസ്റ്റിക് കത്തുന്ന പോലെ നിന്നാണോ കത്തുന്നേ? അല്ല, ഈ നല്ല തീക്കകത്തോട്ട് ഇതൊന്ന് കൊടുത്ത് എങ്ങനെ ഇരിക്കും? കത്തി അങ്ങ്. നല്ല ചൂടാണെങ്കിൽ ഇപ്പൊ ഈ ചൂട് സമയത്ത് കൊടുത്ത് എങ്ങനെ ഇരിക്കും? ഇതുപോലെ എത്ര ഫെലിസ്ത്യൻ, എത്ര ഇരുട്ടിന്റെ ശക്തി, എത്ര ഇട്ട് ബന്ധിച്ചാലും, പുതിയ കയറുകൊണ്ട് ബന്ധിച്ചാലും ആത്മസാന്നിധ്യം ഇറങ്ങി വന്ന. അതുകൊണ്ടാണ് നമ്മൾ ഈ ആരാധനയ്ക്ക്
ചിലപ്പോൾ ദൈവദാസന്മാരെ പ്രാർത്ഥിക്കുന്നൊക്കെ പറയും. അത് കേൾക്കുമ്പോൾ നിങ്ങളെ ആരാധിപ്പിക്കാൻ പറയാമെന്ന് മാത്രം ചിന്തിക്കരുത്. നമ്മൾ ഒന്നിച്ചിരുന്ന് ആരാധിക്കുമ്പോൾ വിടുതലെന്നറിയാമോ? ഇനിയിപ്പം പ്രവചിക്കൊന്നും വേണ്ട. ഇനി എത്ര പ്രവചിച്ചാലും ഇപ്പൊ ഞാൻ ഒരു കെട്ട് പ്രാർത്ഥിച്ച് അഴിച്ചു വിട്ടു, ഇനി നാളെ വീണ്ടും ഉണ്ടാവത്തില്ലെന്ന് വല്ല ഉറപ്പുണ്ടോ? ഉണ്ടാവും. നമ്മൾ ഡോർ തുറന്നാൽ വേറെ ഉണ്ടാവും. പക്ഷെ ഈ ആരാധിക്കാൻ നിന്നവർ ഇനി ആര് ദൂത് പറഞ്ഞാലും ഇല്ലേലും ആരെങ്കിലൊക്കെ എന്തേലും ചെയ്തെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒന്നിച്ച് ആരാധിക്കുമ്പോൾ അതിനകത്തെല്ലാം കത്തി അടിക്കും. അതാ ദൈവസാന്നിധ്യത്തിന്റെ പ്രത്യേകത. അഭിഷേകം ഇറങ്ങുമ്പോൾ, അഭിഷേകത്തിൽ ആരാധിക്കുമ്പോൾ ഇനി ആരും ഒന്നും പറയണ്ട. എനിക്കുണ്ടോ ഇല്ലയോ, ഉണ്ടോ ബന്ധം, ഒരു വിഷയമല്ല. നീ ഒന്നിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ ആ ആരാധനയിൽ അഴിയോ കൈ തട്ടുമ്പോൾ, സ്തുതിക്കുമ്പോൾ ഇറങ്ങുന്ന ദൈവ സാന്നിധ്യം. ശിംശോന്റെ മേലുള്ളത് കത്തി അഴിഞ്ഞു പോയി. ശിംശോന്റെ മേലുള്ള എന്ത് ചെയ്തു? കത്തി അഴിഞ്ഞു പോയി, വിടുതൽ കിട്ടി. ആ ബന്ധനൊക്കെ നിമിഷത്തിനോട്. അത് കഴിഞ്ഞ് സംഭവിക്കുന്ന സംഭവമാണ് ഇനി വായിച്ചാൽ 15:18. പിന്നെ അവൻ വളരെ ദാഹിച്ചിട്ട് യഹോവയോട് നിലവിളിച്ചു. പിന്നെ അത് കഴിഞ്ഞ് അങ്ങോട്ട് മുന്നോട്ട് പോയപ്പോ ഞാൻ ബാക്ക്ഗ്രൗണ്ട് ചുരുക്കുകയാണ്. എന്ത് സംഭവിച്ചെന്നറിയാമോ? വളരെ ദാഹിച്ചു, എന്നിട്ട് അവൻ യഹോവയോട് നിലവിളിച്ചു. അടിയന്റെ കയ്യാൽ ഈ മഹാജയം നീ നൽകിയല്ലോ. ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ച് അഗ്രചർമ്മിയുടെ കയ്യിൽ വീഴുമോ എന്ന് പറഞ്ഞു. അഗ്രചർമ്മി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഫെലിസ്തീന്റെ കൈ. അയ്യോ, ഭയങ്കര വിജയൊക്കെ ദൈവമേ നീ എനിക്ക് തന്നു. ഇപ്പൊ നോക്കി, ദാഹിച്ചിട്ട് വെള്ളം കിട്ടുന്നില്ല ഈ സ്ഥലത്ത്. ദാഹിച്ചിട്ട് വെള്ളം കിട്ടുന്നില്ല. ഇത്ര ജയം എനിക്ക് തന്നിട്ട് ഞാൻ ദാഹം കൊണ്ട് മരിച്ചു വീഴണോ? ഉറവയില്ല, അല്പം വെള്ളമില്ല, കിടന്ന് കരയ, മരിച്ചു പോകുമോ? എന്റെ ദാഹം തീരുന്നില്ല. 19 അതിന്ന് ദൂത. അപ്പോൾ ദൈവം ലേഹിയിൽ ഒരു കുഴി പിളരുമാറാക്കി. ആ ദേശത്തെ ലേഹിയിൽ എത്തിയപ്പോൾ സംഭവിച്ചത്, അവിടെ എന്ത് ചെയ്തു? ഒരു കുഴി അങ്ങ് പിളർത്തി. ഇന്ന് പകൽ നിനക്ക് വേണ്ടി ചിലത് ഓപ്പൺ ആക്കും ദൈവം. പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി. അയ്യോ, ഞാൻ എന്റെ കുടുംബം വല്ലാതാവോ, ലജ്ജിക്കുമോ? ഇല്ല, അതിന് മുമ്പ് ഒരു വഴി തുറക്കാൻ പോവാ. ഒരു കുഴി ദൈവം പിളർക്കാൻ പോവുക. പ്രാർത്ഥിക്കുന്ന നിനക്കൊരു ദൂത് പറയാൻ പോവുക. എന്തോ ചിലർക്ക് വേണ്ടി അത് ദൈവം ചെയ്യും. ഒരു കുഴി പിളരുമാറാക്കി, എന്നിട്ട് അതിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു. എനിക്കിത് പ്രസംഗിക്കുമ്പോ ഭയങ്കര നിറവ് വെളിപ്പെടുക. ഹല്ലേലൂയ. ഒരു ആവേശമുണ്ട്, ഒരു ആത്മ നിറവുമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽ 18 ചോദിച്ചത്, അയ്യോ ഞാൻ ചത്തു വീഴുമോ എന്നാ ചിന്തിച്ചത്. ഇവിടെ ഞാൻ ലജ്ജിച്ചു പോകുമെന്നോ. പക്ഷെ പെട്ടെന്ന് സൂപ്പർ നാച്ചുറൽ വഴി തുറക്കുന്ന പോലെ ഞാൻ ചിന്തിക്കുന്നു, മിക്കവാറും ഒരു ഭൂമി കുലുക്കം. അവിടെ നിന്ന് ഒരു ഉറവ പൊട്ടി പുറപ്പെടുന്നു. ഒരു കുഴി പിളരുമാറാക്കി, അതിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു. അവൻ കുടിച്ച് ചൈതന്യം പ്രാപിച്ചു. അവൻ കുടിച്ചെന്ത് ചെയ്തു? ചൈതന്യം പ്രാപിച്ചു വീണ്ടും ജീവിച്ചു. ചൈതന്യം പ്രാപിച്ചു വീണ്ടും. അവൻ തളർന്ന് വല്ലാതെ കിടക്കുക. ഈ വെള്ളം കിട്ടിയെന്ന് മാത്രമല്ല, അവനൊരു റിവൈവായി ചൈതന്യം പ്രാപിച്ചു. ഹല്ലേലൂയ. സംഭവം അനുഭവം നല്ലതായിട്ട് മാറി. ഇന്ന് പകൽ നീ ചൈതന്യം പ്രാപിക്കത്തക്ക വണ്ണം ചില കുഴികൾ പിളർന്നു വരുന്ന പോലെ നിനക്കൊരു അത്ഭുതം വെളിപ്പെടും. ഇനി ശ്രദ്ധിച്ചോണം. ഇനി എല്ലാവരും ശ്രദ്ധിച്ചേ. അതുകൊണ്ട് അതിന് ഏൻ ഹക്കോരെ എന്ന് പേരായി. അത് ഇന്ന് വരെ ലേഹിയിൽ ഉണ്ട്. ലേഹിയിൽ ഒരു തുറന്ന് ഏൻ ഹൊക്കേരെ. ഉറക്കെ പറ, ഏൻ. അതെനിക്ക് വേണ്ടി വെളിപ്പെടും എന്ന് പറഞ്ഞേ. പറയാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ബുദ്ധിമുട്ടായിരിക്കും. ഏൻ ഹൊക്കേരെ. നിങ്ങൾക്ക് പറയാവുന്ന രീതിയിൽ ഭാഷ ഉറക്കെ വായിച്ചു. ഏൻ ഹൊക്കേരെ. എത്ര പേർക്ക് വേണം? നിനക്ക് വേണ്ടി ഏൻ ഹൊക്കേരെ വെളിപ്പെടാൻ പോവാ. രഹബോത്ത് മാത്രമല്ല, നീ ദാഹിച്ചിരിക്കുന്നിടത്ത് ചില കുഴികളെ പിളർന്ന് നിനക്ക് വേണ്ടി പൊങ്ങി വരും. മന്ന വെളിപ്പെട്ടെങ്കിൽ നിനക്ക് വേണ്ടി സൂപ്പർ നാച്ചുറൽ വേ, നിന്റെ നാച്ചുറൽ ആവശ്യത്തിന് സൂപ്പർ നാച്ചുറൽ വേ ദൈവം തുറക്കും. അത് ഇന്നുവരെ അവിടെ ഉണ്ടെങ്കിൽ
നമ്മൾ വായിച്ചത് അവൻ മാറ്റമില്ലാത്ത ദൈവം. യേശുക്രിസ്തു ഇന്നലെ ഇന്നും എന്നേക്കും അനന്യൻ. രഹബോത്ത് വെളിപ്പെടുത്തിയെങ്കിൽ, ബേഥാൽ വെളിപ്പെടുത്തിയെങ്കിൽ, ഗിൽഗാൽ കണ്ടെങ്കിൽ, എബനേസറാക്കി മാറ്റിയെങ്കിൽ, ഏൽഹക്കരെ വെളിപ്പെടുത്തിയെങ്കിൽ, ഇന്നും നമുക്ക് വേണ്ടി ദൈവം ചെയ്യും. കരമടിച്ചു ദൈവത്തെ ഒന്ന് ആരാധിച്ചേ. അപ്പോൾ ഒരു കുഴിപ്പിടരുമാറാക്കി വെള്ളം അതിൽ നിന്നും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കേ, ഇതൊന്ന് ചിന്തിച്ചു നോക്കേ. സത്യം പറഞ്ഞ ഞാൻ ഇത് ചിന്തിച്ചോളൂ. ഇതൊക്കെ ആരെങ്കിലും ഒന്ന് ഡയറക്റ്റ് ചെയ്ത് പടമാക്കിയെങ്കിൽ കൊള്ളായിരുന്നു. ആയിരങ്ങൾ ദൈവപ്രവൃത്തി കണ്ട് അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. ഇതൊക്കെയാ നമ്മൾ വീഡിയോ പിടിക്കേണ്ടത്. ആലോചിച്ച് നോക്ക്, ഒരാത്തൻ കരഞ്ഞു വിഷമിച്ചിരിക്കുമ്പോ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കാർട്ടൂൺ ഇറങ്ങിയിട്ടുണ്ട്. അത് നല്ല, നമ്മളും കാണുന്നതല്ല. സത്യം പറയട്ടെ, നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ കുഞ്ഞുങ്ങളുടെ കാർട്ടൂണേ ഈ ടോം ആൻഡ് ജെറി മാത്രം കാണല്ലേ കേട്ടോ. നിങ്ങൾ നോക്കിയേ, നല്ല കാർട്ടൂൺ ഉണ്ട് ഇഷ്ടം പോലെ. ഈ ബൈബിൾ കഥകൾ, ഈ കഥകൾ വെച്ചിട്ട് സത്യം അത് കണ്ട നമ്മൾ ഇരുന്ന് ആരാധിച്ചു. ആ ചെങ്കടൽ പിളർക്കുന്നതും അത്ഭുതവും ഒക്കെ അടിപൊളിയായിട്ട് ചിലർ നല്ല രീതിയിൽ ഗ്രാഫിക്സോടെ ചെയ്തിട്ടുണ്ട്. അത് കണ്ട നമ്മളിരുന്ന് കണ്ണീരോടെ ദൈവത്തെ സ്തുതിക്കും. എന്നെ അത്ഭുതം ദൈവം ചെയ്തേന്ന്. അതൊക്കെ കാരണം നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. അടുത്തിരിക്കുന്നത് അതൊക്കെ ഒന്ന് കാണാന്ന് പറഞ്ഞാൽ ബാക്കിലിരിക്കുന്ന പിള്ളേരെല്ലാം എന്ന് പറഞ്ഞു, ഇവിടുത്തെ പിള്ളേരെല്ലാം പറഞ്ഞേ. അത് കണ്ടുപോലും കാണത്തില്ലായിരിക്കും, കൊണ്ടുപോകുന്ന പോലും അറിയത്തില്ലായിരിക്കും. അതൊക്കെ ഉണ്ട്, അത് കാണണം. ഏദൻ തോട്ടം സൃഷ്ടിച്ചതും ആദം ഹൗവയും പിളരുന്നതും ഇതൊക്കെ എടുക്കണം. ആലോചിച്ച്, ഒരുത്തൻ ഞാൻ നശിച്ചു പോകുമോ എന്ന് ചിന്തിച്ച് വെള്ളമില്ല, അവന്റെ മുമ്പിൽ ഭൂമി പിളരുന്നു, അടിയിൽ ഉറവ പൊങ്ങി വരുന്നു. അത് കുടിച്ചവൻ ചൈതന്യം പ്രാപിക്കുന്നു. ചൈതന്യം, വീണ്ടും ചൈതന്യം പ്രാപിച്ചു, വീണ്ടും ജീവിച്ചു. ഹല്ലേലൂയ. ഒരുത്ത തളർന്നു കിടക്കുന്ന വെള്ളം കുടിച്ച് ചാടി എഴുന്നേൽക്കുമ്പോൾ ഒരു ചൈതന്യം ഉണ്ടല്ലോ, റിവൈവ്. ഹല്ലേലൂയ. ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അവൻ എഴുന്നേറ്റു എങ്കിൽ നിന്നെ ചൈതന്യം പ്രാപിക്കുന്ന രീതിയിൽ, ഉണങ്ങി നിരാശപ്പെട്ട് കിടക്കുന്ന ചിലതിനെ ചൈതന്യം പ്രാപിക്കുന്ന, അവന്റെ ആവശ്യം ഒരു നാച്ചുറലാ. മനുഷ്യന് വേണ്ട നാച്ചുറൽ ആവശ്യമാണ് ദാഹം തീർക്കാൻ. തുറന്നതോ സൂപ്പർ നാച്ചുറൽ വഴി തുറന്ന് പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന് ഉറവ പൊങ്ങി വന്ന് ചില പിളർന്ന് തുറന്നു വരും. നീ പ്രതീക്ഷിക്കാത്ത വാതിൽ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുഞ്ഞിന് വേണ്ടി, നിലവിളിക്കുന്ന കുഞ്ഞിന് വേണ്ടി ദൈവം തുറന്നു തരും. പുറപ്പാട് പുസ്തകം 15 എല്ലാവർക്കും അറിയാവുന്നൊരു സംഭവം. ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഈ കൂട്ടത്തിൽ അതുകൂടെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. പുറപ്പാട് പുസ്തകം 15 അധ്യായം 22 മുതൽ 25 വരെ വായിച്ച് പിന്നെ 27. എല്ലാവരും ശ്രദ്ധിച്ച്, ലാസ്റ്റ് ഭാഗമാണ്. ബൈബിൾ തുറക്കുക, മോനെ സ്ക്രീനിൽ കാണിക്കുക. പുറപ്പാട് 15:22 മുതൽ. അനന്തരം മോശ ഇസ്രായേലിനെ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്യിച്ച് അവർ ശൂർ മരുഭൂമിയിൽ ചെന്ന് 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. അപ്പൊ ചെങ്കടലൊക്കെ കടന്ന് വിടുതൽ കിട്ടി. പക്ഷെ ശൂർ മരുഭൂമിയിലെത്തി. എത്ര ദിവസം വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു? 3 ദിവസം വെള്ളം കിട്ടാതെ മരുഭൂമിയിൽ സഞ്ചരിച്ചു. എന്നിട്ട് അവർ അടുത്ത സ്ഥലത്തെത്തി, മാറ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. മാറായിലെ വെള്ളം കുടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അവിടെ എത്തിയപ്പോ വിടുതൽ വെള്ളം കണ്ടു, പക്ഷെ കുടിക്കാൻ എന്ത് ചെയ്തില്ല, കഴിഞ്ഞില്ല. വളരെ പ്രതീക്ഷിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്ക്, 3 ദിവസം വെള്ളം കിട്ടാതെ അലഞ്ഞതാ. എന്നിട്ട് വെള്ളം കണ്ട, മറ്റതെല്ലാം നമ്മൾ പെട്ടെന്ന് വെള്ളം കണ്ടെന്ന, പക്ഷെ ഇവിടെ വെള്ളം കണ്ടത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. മാറ, കയ്പ്. അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് എന്ത് വന്നത്? ഇവിടെ ഇട്ട സ്ഥലം തിരിച്ച പ്രതിസന്ധി തന്നെ നിൽക്കുക. ഇനി ശ്രദ്ധിച്ചോണം, ഇവിടെ എന്താണ് മറ്റേ ഇതുവരെ നമ്മൾ കേട്ടത് ആ സ്ഥലത്ത് വിടുതൽ നടന്നു, രഹബോത്ത്, ഗിൽഗാല്, എബനേസർ. പക്ഷെ ഇവിടെ ചെന്നപ്പോ ആ സ്ഥലത്തിന് മാറ. കാരണം കയ്പ്. കാരണം എന്താ? കയ്പ്. ഇനി ശ്രദ്ധിച്ചോ, അത് കയ്പുള്ളതായിരുന്നു. അതുകൊണ്ട് അതിന് മാറ എന്ന് പേരിട്ടു. അപ്പോൾ ജനം ഞങ്ങൾ എന്തു കുടിക്കുമെന്ന് പറഞ്ഞ് മോശയുടെ നേരെ പിറുപിറുത്തു. അവൻ യഹോവയോട് അപേക്ഷിച്ചു. യഹോവ അവനൊരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അവനത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു. അവിടെ വെച്ച് അവൻ അവർക്കൊരു ചട്ടവും പ്രമാണവും നിയമിച്ചു. മതി. ഇനി ശ്രദ്ധിച്ചേ, മാറയിലെത്തി, കയ്പായിരുന്നു. ദൈവം ഒരു വൃക്ഷം കാണിച്ചു കൊടുത്ത് ഇട്ടു. ആ തക്കാലം കുടിക്കത്തക്കവണ്ണം എന്തോ കിട്ടി. ആ മാറയിലെ കയ്പിന്റെ വെള്ളം എന്തോ ആയി തീർന്നു, മധുരമായി തീർന്നു. ഇനി ശ്രദ്ധിച്ചോ, ഇനി 27. എല്ലാരും കൂടെ ശ്രദ്ധിച്ചേ. കുഞ്ഞുങ്ങളുണ്ടായി ശ്രദ്ധിക്കും, അത് നിങ്ങൾ നോക്കണ്ട. എനിക്ക് പ്രശ്നമില്ല, നിങ്ങൾക്ക് ഇനി പ്രശ്നമുണ്ടല്ലോ. എല്ലാരും കൂടെ നോക്കിയോ. ഓക്കെ, കുഞ്ഞുങ്ങളെ കളിക്കും, പ്രശ്നമില്ല. ഇനി നോക്കിയോ. പിന്നെ അവർ ഏലീമിൽ എത്തി. അവിടെ 12 നീരുറവും
നീലുറവയും 70 ഈന്തപ്പനയും ഉണ്ടായിരുന്നു. ആ അവർ അവിടെ ആ ആ വെള്ളത്തിനരികെ പാളയം ഇറങ്ങി. നിനക്ക് ശൂർ മരുഭൂമിയിൽ 3 ദിവസം വെള്ളം കിട്ടാതെ അന്വേഷിച്ചു ചെന്ന സ്ഥലം എവിടെ? മാറ. കിട്ടിയ വെള്ളം കയ്പ്. പക്ഷെ ഒരു മാറ കഴിഞ്ഞപ്പോ, ഒരു പ്രാർത്ഥന കഴിഞ്ഞപ്പോ അടുത്ത ദൂത് പറയാം. ചിലപ്പോ ഇപ്പൊ നിങ്ങൾ നിൽക്കുന്നത് ഒരു മാറയുടെ അനുഭവമായിരിക്കാം. പക്ഷെ ദൈവം അടുത്തത് എങ്ങോട്ട് കൊണ്ടെത്തിയെന്നറിയാമോ? ഏലീമിൽ. അവിടെ എന്തോ പ്രത്യേകത? 12 നീരുറവ, 70 ഈന്തപ്പനം. താമസിക്കുന്ന എവിടെ? വെള്ളത്തിനരികെ. കുറച്ച് വാക്യങ്ങൾക്ക് മുമ്പ് എന്തിനു വേണ്ടി അന്വേഷിച്ചു? വെള്ളത്തിന് വേണ്ടി 3 ദിവസം കൊതിച്ചു. ഇപ്പൊ എവിടെ കൊണ്ട് ദൈവം എത്തിച്ചു? ഏലീമിൽ എത്തിച്ചു. ഏലീമിലെ ഗുണം എന്തുവാ? നീരുറവ. ഒന്നാണോ? എത്ര? 12 ഉറവ. വെള്ളത്തിന്റെ അടുക്കത്ത് കൂടാരമടിച്ച് താമസം. കഴിക്കാൻ എന്തുകൊണ്ട്? 70 ഈന്തപ്പരമുള്ള പ്രദേശത്ത് ദൈവം കൊണ്ട് എത്തിച്ചെങ്കിൽ, ഇന്നും നീ വെള്ളത്തിന് ദാഹിക്കുന്നെങ്കിൽ, ഇന്നും നീ അലയുന്നെങ്കിൽ, നിന്നെ ഏലീമിൽ എത്തിക്കുന്ന ഒരു അനുഭവമുണ്ട്. നീ കരഞ്ഞ, നീ വേദനപ്പെട്ട സംഭവത്തിൽ നിന്നെ സമൃദ്ധിയോടെ നിർത്തുന്ന ഒരു ഏലീം. ഹല്ലേലൂയ. മനസ്സിലായോ നിങ്ങൾക്ക്? ഇന്ന് നിന്റെ ഒരു പ്രത്യേക വിഷയത്തിന് നീ കരയുന്നു, പക്ഷെ അതിന്റെ വർധനവ് തന്ന് ഏലീമിൽ എത്തിക്കുന്ന പോലെ ദൈവം ചിലതിനെ ഏലീമിൽ എത്തിക്കുന്ന ഒരു അനുഭവത്തെ വെളിപ്പെടുത്താൻ പോകുന്നു.